മന്ത്രിക്കെതിരായ തുടരന്വേഷണം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ഭരണഘടനാ വിവാദ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സിപിഎമ്മും ബിജെപിയും ചേരുന്ന സിജെപിയാണ് കേരളത്തിലുള്ളതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. തനിക്കെതിരെ പരസ്യം കൊടുത്തതിന് പാലക്കാട് ജനത അവർക്ക് അർഹിക്കുന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം ശക്തമായി സമരം ചെയ്ത് സജി ചെറിയാന്റെ രാജി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ചെറിയ രീതിയിൽ ഉന്തും തള്ളും സൃഷ്ടിച്ചു. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്ന അതേ സമയത്താണ് അങ്ങ് അകലെ ഡൽഹിയിൽ പാർലമെന്റിൽ അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടന കയ്യിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ പാർലമെന്റിനകത്ത് ഇന്ന് പ്രിയങ്ക ഗാന്ധി ഭരണഘടന ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്റെ പഴയ പാർട്ടിക്കാരുടെ നെഞ്ചിലൊക്കെ ഒരു കനമുണ്ടായിരിക്കും. കാരണം നാളെ മുതൽ കളി വേറെ ലെവലാണ്. പാർലമെന്റിനകത്തെ ഇതുവരെ പോയതുപോലെ ആവില്ല. പാർലമെന്റിന് പുറത്തുള്ള പ്രിയങ്ക ഗാന്ധി ആയിരിക്കില്ല പാർലമെന്റിനകത്തുള്ള പ്രിയങ്ക ഗാന്ധി എന്ന് നന്നായിട്ട് അറിയാം. ഡൽഹിയിൽ പ്രിയങ്ക ഗാന്ധി വന്നതോടെ പാർലമെന്റ് വേറെ ലെവലാവുകയാണ്. 10 വർഷമായി ബുൾഡോസർ ഓടിക്കുകയാണ് ഭരണഘടനാ മൂല്യങ്ങളുടെ മേൽ കേന്ദ്രം ചെയ്യുന്നത്. ഭരണഘടനയ്ക്കെതിരെ കേന്ദ്ര നേതാക്കളും സിപിഎം നേതാവായ സജി ചെറിയാനും ഒരുപോലെ അധിക്ഷേപിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കും ബിജെപിക്കാർക്കും ഭരണഘടനയോട് കൂറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.